നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് മോഡ്? ഇലക്ഷൻ മോഡ്. ഏത് ഇലക്ഷൻ? അസംബ്ലി ഇലക്ഷൻ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ ഒരു മൂഡിലാണ്, ഇലക്ഷൻ മോഡ്. രാഷ്ട്രീയ പാർട്ടികളുടെ മൂഡ് പതുക്കെ ജനങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ മോഡ് സമ്മാനിക്കുന്ന വെപ്രാളവും വേവലാതിയുമാണ് എല്ലാ പാർട്ടികളിലും കാണുന്നത്. മൂന്ന് മുന്നണികളുടെയും നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഫലം BJPക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നു. ആദ്യമായി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനായതും 20% വോട്ട് പിടിക്കാനായതും ആ പാർട്ടിക്ക് വലിയ നേട്ടമായി. അന്നത്തെ ഫലസൂചന വെച്ച് 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷവും അതിൽ കൂടുതൽ 2ാം സ്ഥാനവും കിട്ടി. അതൊരു വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവുമായിരുന്നു BJPക്ക് സമ്മാനിച്ചത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സന്തോഷം അപ്പാടെ തകർന്നു. വോട്ടിംഗ് ശതമാനം 14ലേക്ക് താഴ്ന്നു. വിജയസാധ്യതയുള്ള അസംബ്ലി സീറ്റുകൾ വെറും 2ആയി ചുരുങ്ങി. ഇത് നിലനിൽപ്പ് ഭീഷണിയാണ് BJPക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 5 സീറ്റുകളെങ്കിലും നേടാനായില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വം വടിയെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് 50% മേൽ വോട്ടുകളും 18 സീറ്റുകളും ലഭിച്ചു. 111 അസംബ്ലി മണ്ഡലങ്ങളിലായിരുന്നു അന്ന് UDFന് ഭൂരിപക്ഷം ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങും ലഭിക്കാത്ത നേട്ടം UDFന് ഉണ്ടായെങ്കിലും വോട്ടിംഗ് നില പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് നേരെ താഴെ പോവുകയാണ് ഉണ്ടായത്. വോട്ടിംഗ് ശതമാനം 40ആയി കുറഞ്ഞു. അസംബ്ലി സീറ്റുകളിലെ ഭൂരിപക്ഷം 80ലേക്ക് ചുരുങ്ങി. 100 സീറ്റുകൾക്ക് മുകളിൽ നേടി നിയമസഭ കയ്യിലെടുക്കുമെന്ന് UDF നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 80ൽ നിന്ന് താഴേക്ക് പോകുമോ എന്നതാണ് അവരെ ആകുലപ്പെടുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭരണം പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്ന് വരാം. അതാണ് കൂടുതൽ കക്ഷികളെ മുന്നണിയിലേക്ക് ആകർഷിക്കാൻ UDF ശ്രമിക്കുന്നതിന് പിന്നിലെ രഹസ്യം. 10 വർഷമായി UDFന് അധികാരമില്ല. 5 വർഷം കൂടി അത് സംഭവിച്ചാൽ UDF എന്ന സംവിധാനം തന്നെ നാമാവിശേഷമായെന്ന് വരാം. അതാണ് UDF നേതാക്കളെ ഭയപ്പെടുന്നത്. ഇപ്പുറത്ത് CPMനെ സംബന്ധിച്ചും ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് LDFന് 2ാം ടേം ഭരണം കിട്ടിയത്. 3ാം ടേം ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ CPMനും സമ്മാനിക്കുന്നത് ഒരു പൊൻതിളക്കമായിരിക്കും. അത് സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത വെറുമൊരു സാധാരണ പാർട്ടിയായി CPM മാറുമെന്ന് മാത്രമല്ല, ദേശീയ പാർട്ടി എന്ന പദവിയും നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയേക്കും. അതുകൊണ്ടൊക്കെ തുടർഭരണം LDFനും അത്യാവശ്യമാണ്. എന്നാൽ LDFനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമേ LDFന് കിട്ടിയുള്ളൂ. 19ലും അത്രേ ലഭിച്ചുള്ളൂ. എന്നിട്ടും 21ൽ അസംബ്ലി പിടിച്ചെടുക്കാമെന്ന് ആശ്വസിക്കാമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDFൻ്റെ വിജയപ്രതീക്ഷകളിൽ കരുതലിൽ വീഴ്ത്തിയിരിക്കുകയാണ്. 10% വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് കുറവ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 63% സീറ്റുകളും 600-നടുത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിച്ചെങ്കിലും ഇപ്പോഴത് നേർപകുതിയായി കുറഞ്ഞിരിക്കുന്നു. 300-മേൽ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമേ ഇത്തവണ LDFന് ലഭിച്ചിട്ടുള്ളൂ. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMനെ അലട്ടുന്നത് അതുമാത്രമല്ല, ഘടകകക്ഷികളെല്ലാം തന്നെ തരിപ്പണമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും പാർട്ടിയെ വല്ലാതെ കുഴയ്ക്കുന്നു. 2ാം കക്ഷിയായ CPI വെറും 5% വോട്ടുകളിലേക്ക് ഒതുങ്ങിയതും ശക്തി കേന്ദ്രങ്ങളിൽ ജോസ് കെ മാണി ഭാഗം തകർന്നതും CPMനെ ആശങ്കപ്പെടുത്തുന്നത് ചെറുതായൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും 58 നിയമസഭാ സീറ്റുകൾ ഇപ്പോഴും LDFൻ്റെ കയ്യിൽ ഭദ്രമാണ്. അധികമായി 13 സീറ്റുകൾ കൂടി നേടിയാൽ LDFന് 3ാം ഭരണം ഉറപ്പിക്കാം. അതാണ് 3ാം ഭരണം എന്ന സ്വപ്നത്തിൽ നിന്ന് CPM പിന്നോക്കം പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണവും. എന്നാൽ അതത്ര എളുപ്പമല്ലെന്നുള്ളത് പാർട്ടിക്കറിയാം. അതാണ് ചില പിന്നോക്കം പോകൽ നടത്താൻ CPM ഒരുങ്ങുന്നത്. 75-ൽ മേൽ പ്രായമുള്ളവരെ പാർട്ടി സംഘടന രംഗത്തു നിന്നും പാർലമെൻ്ററി രംഗത്തു നിന്നും ഒഴിവാക്കുക, ഒരാൾക്ക് തുടർച്ചയായി 2 ടേമിൽ കൂടുതൽ MLA സ്ഥാനം നൽകാതിരിക്കുക, ഒരാൾക്ക് 1 ടേമിൽ മാത്രം മന്ത്രിസ്ഥാനം നൽകുക തുടങ്ങിയവയൊക്കെ മുമ്പ് ദേശീയ കൗൺസിൽ എടുത്ത വിപ്ലവകരമായ തീരുമാനങ്ങളാണ്. കേരള CPM പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ സ്വീകരിച്ച ഈ നയത്തിന് പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. VS വിഭാഗത്തിലുള്ള ചില ശക്തന്മാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. വളർന്നു വരുന്ന നേതാക്കന്മാർക്ക് അവസരങ്ങൾ നൽകാൻ വേണ്ടി എടുത്ത പുരോഗമനപരമായ തീരുമാനമാണിത് എന്ന ചന്തം ചാർത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിണറായി വിജയൻ്റെ തോളൊപ്പം ഉണ്ടായിരുന്ന നിരവധി നേതാക്കന്മാരെ വെട്ടിനിർത്താൻ ഇതിലൂടെ കഴിഞ്ഞു. EP ജയരാജൻ, G സുധാകരൻ, ഗുരുദാസൻ, പാലൊളി മുഹമ്മദ് കുട്ടി, തോമസ് ഐസക്, AK ബാലൻ,
തുടങ്ങിയവരൊക്കെ ഈ മാനദണ്ഡമനുസരിച്ച് പുറത്തുപോയവരാണ്. ഈ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ലെന്ന് ഇപ്പോൾ CPM തിരിച്ചറിയുന്നു. ഇതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചില വിശ്വസ്തരെയും വിധേയരെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും പിണറായിക്ക് പിന്നിലായി അണിനിരത്താനുള്ള ഒരു രണ്ടാം നിര നേതൃത്വം ഇല്ലാതായിപ്പോയത് ഇതുമൂലമാണെന്നാണ് ഇപ്പോൾ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും ജനപിന്തുണയുമുള്ള ഒരു രണ്ടാം നിര നേതൃത്വത്തിനാണ് ഇവിടെ വംശനാശം സംഭവിച്ചിരിക്കുന്നത്. പിണറായിക്ക് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടുന്നതും ഇതുമൂലമാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും വലിയ വിജയം അതിലെ ചില മന്ത്രിമാരായിരുന്നു. കഴിവും പരിചയസമ്പത്തും ദീർഘവീക്ഷണവുമുള്ള ചില മന്ത്രിമാർ അതിലുണ്ടായിരുന്നു എന്നതാണ് ആ മന്ത്രിസഭയുടെ കാതൽ. ജി സുധാകരൻ, ശൈലജ ടീച്ചർ, തോമസ് ഐസക് എന്നിവരൊക്കെ ഇതിൽപ്പെടുന്നു. അതായിരുന്നു തുടർഭരണം ലഭിക്കാൻ കാരണവും. ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പരാജയവും അതുതന്നെയാണ്. ഭരണ നൈപുണ്യം കൊണ്ട് ഒറ്റ മന്ത്രിക്കും ഈ മന്ത്രിസഭയിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഈ സത്യത്തിനൊപ്പം ഭരണവിരുദ്ധ വികാരവും കൂടിച്ചേർന്ന് പാർട്ടിയുടെ സ്വപ്നങ്ങൾ തകർക്കുമെന്ന് ചിലരെങ്കിലും ഭയപ്പെടുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ മുൻകാല തീരുമാനങ്ങൾ തിരുത്താൻ പാർട്ടി ആലോചിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നാൽ 2 ടേം കഴിഞ്ഞ ചിലർക്കെങ്കിലും വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്നും പ്രായത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ EP ജയരാജൻ, ജി സുധാകരൻ തുടങ്ങി ചിലരൊക്കെ വീണ്ടും മത്സരരംഗത്തെത്തുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.